ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി കരിച്ചു മുരിക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 കാശ്മീരി ഉണക്കമുളക് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കി വെക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/2 സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തായിരുന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരയ്ക്കാൻ മാറ്റി വെച്ചിരുന്ന തക്കാളി, ഉണക്കമുളകും ഇഞ്ചിയും അരച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് നന്നായിട്ട് തക്കാളീൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോയി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഒരു 2 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് മസാലേൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിച്ച് വന്ന് വെന്ത് വറ്റി വരണം. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലും ഉള്ളിയിലെല്ലാം ഉപ്പിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നതിന് ശേഷം വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഒപ്പം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.